ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു അവകാശവാദമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. CPM-നെ വെല്ലുവിളിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. CPM-നെ ജയിപ്പിക്കുന്നത് അവരാണെന്നാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഉന്നയിച്ച വിമർശനങ്ങൾ നമ്മൾ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരന്തര വിമർശനങ്ങൾ CPM ഉന്നയിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ അണിയെന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിതീവ്ര വർഗീയ സംഘടന എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അപ്പോൾ അതിൻ്റെ അണിയെന്ന് പറയുമ്പോൾ അത്ര ലെവലുള്ള ഒരു വർഗീയത സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുകൂടെ അർത്ഥമുണ്ട്. എന്താണ് തോന്നുന്നത്? ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി വലിയ രീതിയിൽ തന്നെ SDP-യും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും വിമർശിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് SDP അറിയാലോ, SDP ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ മത്സരിച്ച് വിജയിക്കുന്നതല്ല, അല്ലാതെ ഈ പാർട്ടിക്ക് പിന്തുണ നൽകിയായിരുന്നു അവർ ഈ വലിയ രീതിയിൽ തങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ കോഴിക്കോട് അവരുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അവരുടെ നേതാക്കൾ പറയുന്നത് പല മണ്ഡലങ്ങൾ ഉന്നയിച്ചാണ്. പ്രത്യേകിച്ച് നേമത്ത് CPM-ന്റെ ശിവൻകുട്ടിയെ വിജയിപ്പിക്കുന്നത് തങ്ങളായിരുന്നു, തങ്ങൾക്ക് അതിൽ വലിയ പങ്കുള്ളതായി അവർ അവകാശപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ട്, തങ്ങൾക്ക് 8000-ലധികം വോട്ടുണ്ട്, തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ BJP-യെ വിജയിക്കൂ. കാരണം BJP വിജയിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കാനായി തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. അതിനാൽ തന്നെ തങ്ങളുടെ പിന്തുണ ആ പ്രദേശങ്ങളിൽ UDF-നാണ്, പ്രത്യേകിച്ച് മഞ്ചേശ്വരവും കാസർഗോഡും. അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. ആ UDF-ന്റെ വിജയത്തിന് പിന്നിലും തങ്ങൾക്കാണ് പ്രധാന പങ്കെന്ന് അവർ അവകാശപ്പെടുന്നു. പാലക്കാട് വരുമ്പോൾ ഇവർ അവകാശവാദം മാത്രമല്ല ഉന്നയിക്കുന്നത്, ഈ ലഘുലേഖകൾ അടിച്ചിറക്കുകയും അതോടൊപ്പം തന്നെ ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയും ചെയ്തു. ആ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് പിന്നാലെ ആദ്യം ഈ പ്രകടനവുമായി രംഗത്തെത്തിയത് SDP ആയിരുന്നു. കാരണം കോൺഗ്രസ്സുകാർ പോലും കൊടിയെടുക്ക് വിജയശേഷം ഈ ലഡു വിതരണവും കൊടിയുമായി രംഗത്ത് പൊതുനിരത്തിൽ ഇറങ്ങും മുൻപ് ആദ്യമായി രംഗത്ത് വന്നത് SDP ആണ്. അതിലൂടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. SDP-യുടെ സ്വാധീനം LDF-ലായാലും UDF-ലായാലും ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു പാർട്ടിയായി SDP-ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് SDP-ക്ക് സമാനമായ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് നിലവിൽ CPM-നെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം മറ്റൊരു കാരണമുണ്ട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണനം ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു പാർട്ടിയായിരുന്നു CPM. അതിനുശേഷം തങ്ങളുടെ വോട്ട് ബാങ്ക് പൂർണ്ണമായി തന്നെ ചോരുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതോടൊപ്പം തന്നെ SDP, മുസ്ലിം ലീഗ് എന്നിവരെല്ലാം പൂർണ്ണ രീതിയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു മൈക്ക് കിട്ടുകയാണെങ്കിൽ അത് ആദ്യം വിമർശിക്കുന്നത് ഈ മൂന്ന് സംഘടനയാണ്. പണ്ടായിരുന്നെങ്കിൽ RSS-നെയും അതോടൊപ്പം തന്നെ സംഘപരിവാർ ഉത്തരേന്ത്യയിലെ ഈ ന്യൂനപക്ഷ പീഡനം, ആരെങ്കിലും പശുക്കടത്തുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആക്രമിക്കുന്നു എന്ന് ഭൂതക്കണ്ണാടിയുമായി നടന്നിരുന്ന പിണറായി വിജയനാണ് ഇന്ന് തിരിച്ച് ഈ മുസ്ലിം വിഭാഗത്തിലുള്ള സംഘടനകളെ വിമർശിക്കുന്നത്. എന്തായാലും അവരും തിരിച്ച് വിമർശനവുമായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പിന്തുണ വാങ്ങുകയും അതിലൂടെയായിരുന്നു ഈ വോട്ട് വാങ്ങിയിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു കരാറിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്, ഒരു ജെന്റിൽമാൻ കരാർ. ഈ കരാർ ഒപ്പുവെച്ചതിൻ്റെ ഫലമായാണ് നിരന്തരം ഇവർ വോട്ട് ചെയ്തു. ആ കരാറിലുണ്ട് പ്രധാനപ്പെട്ട ഇതാണ്, നിലവിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് തങ്ങൾ വോട്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ കരാർ. അപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ നൽകാതെ വോട്ട് നൽകാനുള്ള സാഹചര്യമില്ല. പക്ഷേ ഇത് ദേശീയ തലത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാനാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് ഇത്തരം ഒരു കരാർ ഉണ്ടായിരുന്നത്. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വോട്ട് ചെയ്തതായി പറയുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിൽ 2 സീറ്റ് CPM-ന് ലഭിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ രാജസ്ഥാനിൽ 1 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ രാജസ്ഥാനിലെ സീറ്റിനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സീറ്റായിരുന്നു. കാരണം ഈ CPM-ന്റെ ചിഹ്നം നഷ്ടമാകാതെ സംരക്ഷിച്ച് നിർത്തിയത് രാജസ്ഥാനിലെ ഈ സീറ്റാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ട്, മരപ്പട്ടിയോ ബാലൻ പറയുന്നവരുണ്ട്, മരപ്പട്ടി ഈനാമ്പ് വെച്ച് ചിഹ്നം പ്രതീക്ഷിച്ചിരുന്നപ്പോഴായിരുന്നു അന്ന് കോൺഗ്രസിന്റെ സഹായത്തോടെ ഒരു സീറ്റ് നൽകുന്നു. കാരണം ബംഗാളിലും ഇവർക്ക് സീറ്റ് കിട്ടില്ലെന്ന് അറിയാം. കാരണം 33 കൊല്ലം ഭരിച്ചിട്ട് ഒരു സീറ്റ് തുടർച്ചയായി തന്നെ പരാജയപ്പെടുന്നത് കൊണ്ട് ആ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം പോലും ബംഗാളിൽ ലഭിക്കില്ല, അതോടൊപ്പം തന്നെ ത്രിപുരയിലും ലഭിക്കില്ല. അപ്പോഴുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ 1 സീറ്റ് ലഭിച്ചു, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ 2 സീറ്റ് ലഭിച്ചു, രാജസ്ഥാനിൽ 1 സീറ്റ് ലഭിച്ചു. അങ്ങനെ 3 സംസ്ഥാനങ്ങളിൽ ഇത്രയും സീറ്റ് ലഭിച്ചതുകൊണ്ടാണ്
ചിഹ്നം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ 3 മണ്ഡലങ്ങളിലും തങ്ങളുടെ സഹായം ഉണ്ടായതായി പറയുകയാണ്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മതേതരത്വത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പാരമ്പര്യവും ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യവും മതേതരത്വമാണ്. പാലക്കാട്ടിലെ വിജയം കൊണ്ട് മതേതരത്വം വിജയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷമാണ് ഇപ്പോൾ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പത്രങ്ങളിൽ പരസ്യം നൽകുന്നു. സന്ദീപ് വാര്യറിൻ്റെ പോസ്റ്റ് പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ 2 പത്രങ്ങളിലാണ് പരസ്യം നൽകിയത്. അത് മുസ്ലിം മാനേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 പത്രങ്ങളിലാണ് പരസ്യം നൽകിയത്. അതോടൊപ്പം തന്നെ ഈ മുനമ്പം വിഷയത്തെക്കുറിച്ച് അവർ ഉന്നയിക്കുന്നുണ്ട്. ഹിന്ദു ഫാസിസ്റ്റ് ശക്തികൾ മുനമ്പം വിഷയത്തെ ആയുധമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയാണ് CPM നടത്തുന്നതായും അവർ പറയുന്നുണ്ട്. പക്ഷേ CPM എന്ന പാർട്ടി തന്നെ കേരളത്തിൽ ഇല്ലാതാകും. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം സംഘടനകൾക്കെതിരായുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചേട്ടനെ തന്നെ അറിയാലോ, ഏതെങ്കിലും പ്രദേശത്ത് CPMന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടി ഗ്രാമങ്ങളുണ്ടോ? ഇല്ല. അതാണ് കാരണം. അവരെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും ഹൈന്ദവ വിഭാഗവുമാണ്. അവർക്കെതിരെയായിരുന്നു ഇവരുടെ മുഴുവൻ പ്രചരണവും. അവിടെ മറ്റേ CA സമരം വരുന്നു. അതോടൊപ്പം തന്നെ മുത്തലാഖിനെ എതിർക്കുന്നു. ചിലപ്പോൾ ഇടക്കാലത്ത് ജനങ്ങൾ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയായി. മലബാർ മേഖലയിൽ പോകുമ്പോൾ ഇത് CPM ഏതാണ് മുസ്ലിം ലീഗ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അത്രയ്ക്ക് മുസ്ലിം ലീഗ് പോലും ഇത്രയും രീതിയിൽ സമരം ചെയ്യില്ല. കാരണം അവരെ അറിയാലോ, അങ്ങനെ സമര പാർട്ടി അല്ലല്ലോ. അവർ ചെറിയ രീതിയിൽ ഈ ചില പള്ളികളിലെല്ലാം അവരുടെ സംഘടനയുടെ കീഴിൽ വരുന്നു. അവിടെ വെച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം. മറിച്ച് പൊതുനിരത്തുകളിൽ CPM ഏത് മുസ്ലിം ലീഗ് ഏത് എന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ വലിയ മാറ്റമായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഉണ്ടായത്. അതിനുശേഷം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇവിടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം BJPക്ക് വളർച്ച ഉണ്ടാകുന്നു. BJPക്ക് വളർച്ച ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു 10 വോട്ട് കിട്ടുന്ന ബൂത്തുകളിൽ BJP 100-ലും 150-ലേക്കും വളർന്നിട്ടുണ്ട്. ഇതാരാണ് വോട്ട് ചെയ്തതെന്നും അറിയില്ല. അവിടെ എല്ലാ പാർട്ടിക്കാരുമാണ്. അതിലൂടെ അവർ തിരിച്ചറിഞ്ഞു ഇത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷ പ്രീണനമാണ് ഈ തങ്ങൾക്കുള്ള തിരിച്ചടിയായി വന്നിട്ടുള്ളത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിമർശനത്തിനെതിരെയാണ് നിലവിൽ ജമാഅത്തെ ഇസ്ലാമി തുറന്നടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോവിന്ദൻ 3 മാസത്തിനിടെ പ്രസ്താവനകളിൽ എത്ര തവണയാണ് ഈ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കുറിച്ച് പറഞ്ഞതെന്ന് പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ RSSനെ കുറിച്ച് പറയുന്നത് കുറച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നതാണ് കൂടുതൽ. അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അൻവർ വിഷയം വന്നപ്പോൾ വലിയ രീതിയിൽ ഈ പറയുന്നത് കേട്ട് ഈ അൻവറിന്റെ ഒരു ചന്തക്കുന്നിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ആ പരിപാടിയിൽ ഏറ്റവും അധികം ആൾക്കാർ വന്നപ്പോഴേക്കും ഈ ഗോവിന്ദന്റെ ഒരു പ്രതികരണമുണ്ട്. അതിലൊന്നും കാര്യമില്ല. SDP ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ കഴിയുമെന്ന രീതിയിൽ. അതുകൊണ്ട് അൻവറിന്റെ കൂടെ ആരുമില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരാണ്, അവർ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുമെന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു P ജയരാജന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പുസ്തകം ഇറങ്ങുന്നു. അതിലെല്ലാം രൂക്ഷ വിമർശനമാണ്. കണ്ണൂരിൽ നിന്നും ഉൾപ്പെടെ ഈ രീതിയിൽ മുസ്ലിം യുവാക്കൾ IS-ലേക്കും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളിലേക്കും പോകുന്നു. ഇതിനെല്ലാം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് CPM നേതാക്കൾ. ഒരു മുഖ്യമന്ത്രി മാത്രമില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ, P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇത്തരമൊരു പ്രസ്താവന നൽകിയിരിക്കുന്നത്. അവർ പത്രപരസ്യത്തിനെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുനമ്പത്ത് ഭൂമി ഇവർ പക്ഷെ വേറൊരു കാര്യമാണ്, മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളെ പിന്തുണയ്ക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും അവർ പറയുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശമെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ അല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അങ്ങനെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടാണ് അവരുടെ നിലപാട്. പക്ഷെ ഇവിടെ എന്തായാലും ഒരു തള്ളിക്കളയുന്നൊരു പറയുകയാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് അവിടെ ഉള്ളതും അത് നേടിക്കൊടുക്കുവാൻ സർക്കാർ ശ്രമിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. എന്തായാലും രാജ്യത്തുടനീളം പല കലാപങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു അണിയറയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പല കലാപങ്ങളുമായി റിപ്പോർട്ട് വരുമ്പോൾ എല്ലായിടത്തും ഈ പേരും നാം കേൾക്കും, ജമാഅത്തെ ഇസ്ലാമിയുടെ പേര്. അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ നിന്നും ഇപ്പോൾ ജയിച്ച പല രാജസ്ഥാനിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയാണ് CPM ജയിച്ചതെന്നും അതുകൊണ്ട് തന്നെ തങ്ങളെ വിമർശിക്കുവാൻ CPMന് കഴിയില്ലെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.